ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മോട്ടേഴ്സ് ഡി സി മോട്ടർ, എ സി മോട്ടർ ഒക്കെ നമുക്ക് നോക്കാനുള്ളതാണ്. അതിൽ പെട്ട ത്രീ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകൾ എന്ന് പറയുന്നത് അല്ലേ. മോട്ടോഴ്സ് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് എ സി മോട്ടർ എന്നുള്ളതും രണ്ടാമത്തത് ഡി സി മോട്ടർ എന്നുള്ളത്. അപ്പോൾ എ സി മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് എ സി ഉപയോഗിച്ചിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന മോട്ടോഴ്സിനെയാണ് നമ്മൾ എ സി മോട്ടോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു തരം എന്ന് പറയുന്നത് ഡി സി മോട്ടോഴ്സ് ആണ്. ഡി സി ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മോട്ടോഴ്സിനെയാണ് നമ്മൾ ഡി സി മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോഴ്സിനെ നമുക്ക് പൊതുവായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എ സി മോട്ടർ എന്നുള്ളതും രണ്ടാമത്തെ ഡി സി മോട്ടർ എന്നും രണ്ടായിട്ട് നമുക്ക് പറയാം. പിന്നീട് നമുക്ക് മോട്ടോഴ്സിൽ തന്നെ എ സി മോട്ടോഴ്സിനെ നമ്മളിപ്പോൾ എ സി ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണല്ലോ നോക്കുന്നത്. അപ്പോൾ എ സി മോട്ടോഴ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എ സിയിൽ തന്നെ സപ്ലൈക്ക് അനുസരിച്ചിട്ട് ത്രീ ഫേസ് മോട്ടോഴ്സ് എന്നുള്ളതും അതേപോലെ തന്നെ സിംഗിൾ ഫേസ് മോട്ടോർ എന്നും രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ത്രീ ഫേസ് മോട്ടോഴ്സിൽ വരുന്നതാണ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സിങ്ക്രണസ് മോട്ടോഴ്സ്. അതുപോലെ തന്നെ സിംഗിൾ ഫേസിൽ എന്തുണ്ട്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്, സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോഴ്സ് ഉണ്ട്, സിംഗിൾ ഫേസ് കമ്മ്യൂട്ടേറ്റർ മോട്ടോഴ്സ് ഉണ്ട്. അപ്പൊ ഡി സി മോട്ടർ, എ സി മോട്ടർ, ഡി സി മോട്ടർ എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡി സി മോട്ടറിൽ ഇനിയും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ആ ഡി സി മോട്ടോഴ്സ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എ സി മോട്ടോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ത്രീ ഫേസ് മോട്ടോഴ്സ് എന്നും സിംഗിൾ ഫേസ് മോട്ടോഴ്സ് എന്നും. ആ ത്രീ ഫേസ് മോട്ടോർ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന്. രണ്ടാമതായിട്ട് പിന്നീട് നമുക്ക് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ത്രീ ഫേസിലുള്ള സിങ്ക്രണസ് മോട്ടോഴ്സ്. പിന്നെ സിംഗിൾ ഫേസിക്ക് വരുമ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്, സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോഴ്സ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ മോട്ടോഴ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വരെ പറഞ്ഞു അല്ലെ. അതായത് എ സി മോട്ടറും ഡി സി മോട്ടറും പറഞ്ഞു, എ സി മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ, ഡി സി മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഒരു ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് സാധാരണ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടായിരിക്കും, ഒരു ഫോഴ്സ് ആ ഒരു കണ്ടക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ അവിടെ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ടെൻഡ് ടു ക്രിയേറ്റ് എ ഫോഴ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. മോട്ടോറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് റോട്ടർ, നമുക്ക് അറിയാവുന്നതാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോട്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റർ പാർട്ട് ഉണ്ടായിരിക്കും, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെ നമ്മൾ മോട്ടറിൽ പറയുമ്പോൾ അല്ലെ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. Rotor of the induction motor is not electrically connected to the stator but induces a voltage or current in the rotor by transformer action. നമ്മൾ ട്രാൻസ്ഫോമർ പഠിച്ചതാണ്. ഈ ട്രാൻസ്ഫോമർ ആക്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ട്രാൻസ്ഫോമർ ആക്ഷൻ ഉപയോഗിച്ചിട്ടാണ് എന്തെന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഫോമറിന് എങ്ങനെ ആക്ഷൻ ഉള്ളത്, രണ്ട് വൈൻഡിങ് അല്ലെ, ഒരു പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് ഉണ്ടായിരിക്കും. രണ്ട് വൈൻഡിങ്ങും തമ്മിൽ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ല, എന്നാൽ മെക്കാനിക്കലി അല്ലെങ്കിൽ മാഗ്നറ്റിക്കലി എന്ത് ചെയ്യാണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കലി കപ്പിൾഡ് അല്ലാത്ത രണ്ട് വൈൻഡിങ്ങിൽ തമ്മിൽ ആ ഒരു മാഗ്നറ്റിക്കൽ കപ്ലിംഗ് മുഖേന എന്ത് ചെയ്യാണ്, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ പഠിച്ചിട്ടുള്ളത്. അതേ ട്രാൻസ്ഫോമർ ആക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടറിനകത്ത് നടക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടോർ സ്റ്റേറ്റർ എന്ന് പറയുന്ന രണ്ട് ഭാഗം, റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ളതും റോട്ടറും അതേപോലെ തന്നെ സ്റ്റേറ്ററും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കില്ല, നോട്ട് ഇലക്ട്രിക്കലി കണക്റ്റഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ എന്തായിരിക്കില്ല, ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കില്ല. പക്ഷെ എന്താണ്, സ്റ്റേറ്ററിൽ ഉണ്ടാവുന്ന വോൾട്ടേജിന് അനുബന്ധിച്ച് അല്ലെങ്കിൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റോട്ടറിൽ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ കറന്റോ ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ മറ്റൊരു പേരാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടോർ മറ്റൊരു പേരാണ് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ. എന്താ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്, ഇൻഡക്ഷൻ മോട്ടറിന്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ഡിവൈസ് ആണ് അല്ലെ, അതിലെന്ത് ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊന്നുമില്ല. എന്നാൽ എന്താണ്,
ട്രാൻസ്ഫോമർ, റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകളെയാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള രണ്ട് കോയിലിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഒരു കോയിലിൽ നിന്ന് മറ്റൊരു കോയിലിലേക്ക് ഇലക്ട്രിസിറ്റി എത്തി വർക്ക് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇൻഡക്ഷൻ മോട്ടോറുകളുടെ അഡ്വാൻറ്റേജ് അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് കൂടി നോക്കണം. നമ്മൾ എന്താണ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കിയിട്ടില്ല, എന്നാലും അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ്. അതുപോലെ തന്നെ എന്താണ് വെരി റിലയബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകൾ ലഭിക്കുന്നത് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ്. ലോ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിനിമം മെയിൻ്റെനൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകൾക്ക് വരുന്നത്. കാരണം റൊട്ടേറ്റിംഗ് പാർട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നില്ല അല്ലെ. അങ്ങനെ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല, ബ്രഷുകൾ ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാലും ബ്രഷ് വരുന്ന ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറുകൾ ഉണ്ട്, നമുക്കറിയാം. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ബ്രഷുകൾ വരുന്നത്. പക്ഷെ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ബ്രഷുകൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, എന്നാലും ബ്രഷിന്റെ ഫാക്ടേഴ്സ് ഇപ്പൊ DC മോട്ടോഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അതിന്റെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് എക്സ്ട്രീംലി റഗ്ഡ് ഓൾമോസ്റ്റ് അൺബ്രേക്കബിൾ കൺസ്ട്രക്ഷൻ. വളരെ റഗ്ഡ് ആയിട്ടുള്ള ഒരു അൺബ്രേക്കബിൾ കൺസ്ട്രക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകൾക്ക് ഉണ്ടാവുക. അതും വളരെ അഡ്വാൻറ്റേജ് ആണ്. പിന്നീടുള്ള എന്താണ്, ഇറ്റ് ഈസ് സഫിഷ്യന്റ്ലി ഹൈ എഫിഷ്യൻസി ഇൻ നോർമൽ റണ്ണിങ് കണ്ടീഷൻ. നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ ഒരു ഹൈ എഫിഷ്യൻസി കാണിക്കുന്നതും ബ്രഷസ് ആവശ്യമില്ലാത്തതും ഫ്രിക്ഷൻ ലോസ് റെഡ്യൂസ് ചെയ്തതുമായിട്ടുള്ള, ബ്രഷസ് ആവശ്യമില്ലാത്തത് കൊണ്ട് ഫ്രിക്ഷൻ ലോസ് റെഡ്യൂസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മോട്ടറാണ് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ലോ ആണ്, അതുപോലെ തന്നെ വെരി റിലയബിൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ്. ഇറ്റ് റിക്വയർസ് ഇറ്റ് റിക്വയർസ് മിനിമം ഓഫ് മെയിൻ്റെനൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് എക്സ്ട്രീംലി റഗ്ഡ് ഓൾമോസ്റ്റ് അൺബ്രേക്കബിൾ കൺസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് സഫിഷ്യന്റ്ലി ഹൈ എഫിഷ്യൻസി ഇൻ നോർമൽ റണ്ണിങ് കണ്ടീഷൻ. നോ ബ്രഷസ് ആർ നീഡഡ്, ഹെൻസ് ഫ്രിക്ഷൻ ലോസ് റെഡ്യൂസ്ഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ അഡ്വാൻറ്റേജിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മോട്ടോഴ്സ് വരുന്ന സമയത്ത് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ നോക്കാം. പല കാറ്റഗറി, അതായത് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്ന സമയത്ത് അതിന് ആ മോട്ടോഴ്സിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അതിന്റെ വർക്കിങ്ങും അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആണ് പറഞ്ഞത്. അതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് DC മോട്ടോറുകളെ സംബന്ധിച്ചിടത്തോളം, DC മോട്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് DC മോട്ടറിനേക്കാൾ കുറച്ച് കുറവായിരിക്കും എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറച്ച് കുറവായിരിക്കും. DC ഷണ്ട് മോട്ടറിനൊക്കെ ആ ഒരു റേഞ്ചിലേക്കായിരിക്കും, അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുന്നത്. ഇനി സ്പീഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ്. ലോഡിൽ മാറ്റം വരുമ്പോൾ എന്ന് പറയുമ്പോൾ ലോഡ് കൂടുന്ന സമയത്ത് സ്പീഡിൽ എന്ത് ചെയ്യുന്നു മാറ്റം വരുന്നു. സ്പീഡിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ്, ലോഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്താ ചെയ്യുന്നത്, സ്പീഡ് കുറയുന്നു അല്ലെ, സ്പീഡ് കുറയാണ് ചെയ്യുക, സ്പീഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പീഡിൽ എന്ത് ചെയ്യുന്നു മാറ്റം സംഭവിക്കുന്നു. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ടൈപ്പ് മോട്ടറിനും അതിന്റെ ഇപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. എന്നാൽ പൊതുവെ നമ്മളിപ്പോ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും പൊതുവെ ഉള്ള അതിന്റെ ഒരു അഡ്വാൻറ്റേജും അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജും ആണ് പറഞ്ഞത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡക്ഷൻ മോട്ടറുകളുടെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആണ് നമ്മൾ മുമ്പ് നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അസിൻക്രണസ് മോട്ടോർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ അല്ലെ. ഇൻഡക്ഷൻ മോട്ടോർ മറ്റൊരു പേര് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. അതും അല്ലാതെ മറ്റൊരു പേരാണ് എന്ത് ചെയ്യുന്നത് അസിൻക്രണസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഈ ഇൻഡക്ഷൻ മോട്ടറിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. നമ്മൾ കൂടുതലും പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസുകളാണെന്നുണ്ടെങ്കിലും ഹൗസ് ഹോൾഡ് പർപ്പസുകളാണെന്നുണ്ടെങ്കിലും, അതായത് വളരെ ചെറിയ പർപ്പസുകൾ മുതൽ വളരെ വലിയ പർപ്പസുകൾക്ക് വരെ യൂസ് ചെയ്യുന്ന മോട്ടറുകളാണ്. വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറുകളാണ് എന്ത് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടറുകൾ എന്ന് പറയുന്നത്. അതായത് അസിൻക്രണസ് മോട്ടോഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടോർ കാര്യത്തിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകൾ എടുത്തു പറയേണ്ടതാണ്. സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് അല്ലെ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവ എന്താണ് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ് ആണെന്ന് പറയാം. അതായത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് എന്ത് ചെയ്യുന്നത്
ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ എന്ന് പറയുന്നത്. ഹെവി ലോഡ് കപ്പാസിറ്റി കാണിക്കുന്ന മോട്ടോറുകളാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ്. ഹെവി ലോഡ് കപ്പാസിറ്റി കാണിക്കുന്ന മോട്ടോറുകളാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ എൻവയോൺമെന്റൽ കണ്ടീഷൻ. ഏത് എൻവയോൺമെന്റൽ കണ്ടീഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്നതും, അതായത് ഏത് കണ്ടീഷൻ, ഏത് വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എക്സൈറ്റേഷൻ മെഷീൻ ആണ്. സിംഗിൾ എക്സൈറ്റേഷൻ മെഷീൻ ആണ് ഇൻഡക്ഷൻ മോട്ടോർ. അത് ഓർത്ത് വെക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സിംഗിൾ എക്സൈറ്റേഷൻ മെഷീൻ കേട്ടോ. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ എക്സൈറ്റഡ് മെഷീൻ ആണ്. സിംഗിൾ എക്സൈറ്റേഷൻ ആണ് അതിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒരു സിംഗിൾ എക്സൈറ്റേഷൻ മെഷീൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്ഷൻ മോട്ടോർ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഹെവി ലോഡ് കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് എൻവയോൺമെന്റൽ കണ്ടീഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. സിംഗിൾ എക്സൈറ്റേഷൻ മെഷീനുമാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ 0.8 പവർ ഫാക്ടർ ലാഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടോർ വരുന്നത് അല്ലെ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 ലാഗ് ആണ് വരുന്നത്. 0.8 ലാഗ് ആണ് വരുന്നത്. സ്ലിപ്പ് എന്ന് പറയുന്നത് അതിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് സ്ലിപ്പ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ പറയുന്നത്. 0.8 പവർ ഫാക്ടർ ലാഗ് ആണ് വരുന്നത്. സ്ലിപ്പ് എന്ന് പറയുന്നത് 2 മുതൽ 5% വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടോറുകളുടെ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ PSC ചോദിക്കുന്നതാണ്. അത് ആ ഒരു പോയിന്റുകളാണ് നമ്മളോട് അടുത്ത് എഴുതിയിട്ടുള്ളത്. സ്ലിപ്പ് എന്ന് പറയുന്നത് 2 മുതൽ 5% വരെ സ്ലിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ മോട്ടോറുകൾക്ക് വരുന്നുണ്ട്. ഇൻഡക്ഷൻ മോട്ടോറുകളുടെ എഫിഷ്യൻസി അപ്പൊ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി നമുക്കറിയാം അല്ലെ. ട്രാൻസ്ഫോമറിന്റെ സെയിം വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടോറിൽ വരുന്നത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ റൊട്ടേറ്റിംഗ് പാർട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന്റെ അത്രത്തോളം എഫിഷ്യൻസി അവിടെ വരുന്നുണ്ടായിരിക്കില്ല. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻ ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ അല്ലെ. അതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻ ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ആ ട്രാൻസ്ഫോമർ അത്രത്തോളം എഫിഷ്യൻസി എന്ത് ചെയ്യുന്നില്ല, ഇൻഡക്ഷൻ മോട്ടറിൽ കാണിക്കുന്നില്ല. കാരണം അതിൽ റൊട്ടേറ്റിംഗ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 മുതൽ 90% വരെ എഫിഷ്യൻസി എന്താണ്, ഇൻഡക്ഷൻ മോട്ടോറുകൾക്ക് ഉണ്ട്. ഇൻഡക്ഷൻ മോട്ടോറുകളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 മുതൽ 90% വരെ എഫിഷ്യൻസി കാണിക്കുന്നതാണ് ഇൻഡക്ഷൻ മോട്ടോറുകൾക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഈ ഒരു മൂന്ന് പേര് ഓർത്തു വെക്കുക പ്രധാനമായിട്ടും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഡക്ഷൻ മോട്ടറിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള 3 പേരുകളാണ് ലിഫ്റ്റ്, ക്രെയിൻ ഹോസ്റ്റ്, എക്സോസ്റ്റ്. ഇവ 3 എന്താണ്, ഇൻഡക്ഷൻ മോട്ടറിന്റെ അപ്ലിക്കേഷൻ ആണ്. ലിഫ്റ്റ് യൂസേജിന് വേണ്ടിയിട്ട്, ക്രെയിൻ ഹോസ്റ്റ് യൂസേജിന് വേണ്ടിയിട്ട്, എക്സോസ്റ്റ് യൂസേജിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ മോട്ടോറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ എത്രയാണ്, 0.8 പവർ ഫാക്ടർ ലാഗ് ആണ്. സ്ലിപ്പ് എന്ന് പറയുന്നത് 2 മുതൽ 5% വരെ സ്ലിപ്പ് ഉണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 മുതൽ 90% വരെ എഫിഷ്യന്റ് ആണ്. ലിഫ്റ്റ്, ക്രെയിൻ ഹോസ്റ്റ്, എക്സോസ്റ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ അപ്ലിക്കേഷൻ ആണ്, അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് അല്ലെ. ഇതെല്ലാം അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഏതാണ്, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അസിൻക്രണസ് മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഇൻഡക്ഷൻ മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇൻഡക്ഷൻ മോട്ടറുകളെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. റോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ റോട്ടോർ നിർമ്മിക്കുന്നത്, ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്ററുമായിട്ട് ബന്ധമില്ലാത്തതാണ് അല്ലെ. സ്റ്റേറ്ററിന് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നില്ല, അതായത് ഇലക്ട്രിക്കൽ കപ്പിൾഡ് വഴി ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നില്ല, റോട്ടറിലേക്ക് എത്തുന്നില്ല. സ്റ്റേറ്ററിനുള്ള ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക്കൽ കപ്ലിംഗ് വഴിയാണ് എത്തുന്നത് അല്ലെ. അപ്പൊ അതില് റോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ വരുന്നത്, ഈ റോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇൻഡക്ഷൻ മോട്ടറുകളെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചുള്ള ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും ഒന്നാമത്തെ ഇൻഡക്ഷൻ മോട്ടറാണ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. രണ്ടാമത്തെ ഇൻഡക്ഷൻ മോട്ടറാണ് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ വൗണ്ട് റോട്ടോർ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ വൗണ്ട് റോട്ടോർ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ ആ ഒരു റോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ, സ്റ്റേറ്ററിന്റെ കൺസ്ട്രക്ഷൻ അല്ല, റോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറുകളെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നതും, രണ്ടാമത്തത് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ വൗണ്ട് റോട്ടോർ ഇൻഡക്ഷൻ മോട്ടർ എന്നും 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനിയുള്ള 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിലുള്ള ഫേസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്.
സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളും ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് അല്ലെ. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ബേസിക് ആയിട്ട് മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു, 2 ടൈപ്പ് മോട്ടർ, AC മോട്ടർ, DC മോട്ടർ എന്ന് പറയുന്നത് 2 ഇലക്ട്രിക് മോട്ടർ ആണ് ഉള്ളത്. AC മോട്ടർ തന്നെ നമുക്ക് 3 ഫേസ്, സിംഗിൾ ഫേസ് എന്ന് 2 ക്ലാസിഫൈ ചെയ്യാം. 3 ഫേസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ മോട്ടറും സിംഗ്രണസ് മോട്ടറും വരുന്നുണ്ട്. സിംഗിൾ ഫേസിലാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിംഗ്രണസ് മോട്ടർ, കമ്മ്യൂട്ടേറ്റർ മോട്ടർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിംഗിൾ ഫേസിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡക്ഷൻ മോട്ടറുകളെ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിന്റെ റോട്ടോർ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്ക്വറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്നും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ വൗണ്ട് റോട്ടോർ ഇൻഡക്ഷൻ മോട്ടർ എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്ക്വറൽ കേജ് കേട്ടോ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്, ആ ഒരു റോട്ടർ കൺസ്ട്രക്ഷൻ അനുസരിച്ച് സ്ക്വറൽ ഗേജും അതുപോലെ തന്നെ സ്ലിപ്പ് റിംഗും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.